ഡർബി സാഗർ സൂര്യയും അതായത് അമീറൊക്കെ അഭിനയിച്ച പുതിയ പടം എങ്ങനെയുണ്ടെന്ന് ഈ പടം ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ജസ്റ്റ് ഒരു കോളേജ് ഫൺ ടൈപ്പ് ആയിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതായത് ബേസിക്കലി ഈ പടം 2 മണിക്കൂറേ ഉള്ളൂ. ഈ 2 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു 4 മണിക്കൂറായിട്ട് ഫീൽ ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ പടത്തിൽ കുറേ സോങ്സ് ഉണ്ട്. അതായത് ഒരു അരമണിക്കൂർ കൂടിപ്പോയി ഒരു അരമണിക്കൂർ ഇതിൻ്റെ സ്റ്റോറി കാണത്തുള്ളൂ. ബാക്കി ഒരു 1.5 മണിക്കൂർ സോങ്സാണ്. അത് സ്റ്റാർട്ടിങ് അതായത് പടം തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ഒരു സോങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു നായകനെ കണ്ടുമുട്ടുമ്പോൾ ഇവരെല്ലാവരും ഫ്രണ്ട്സെല്ലാം കണ്ടുമുട്ടുമ്പോൾ ഒരു സോങ്, പിന്നെ കോളേജ് സീനിയേഴ്സായിട്ട് ഫൈറ്റ് കഴിഞ്ഞിട്ടൊരു സോങ്, അതിനുശേഷം വേറെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ സോങ്, അങ്ങനെ ഒരു 8-10 സോങ് ഫസ്റ്റ് ഹാഫിൽ തന്നെയുണ്ട്. അങ്ങനെ പോട്ടെ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫ് നല്ല രീതിയിലാവുമെന്ന് കഴിയുമ്പോൾ സെക്കൻഡ് ഹാഫ് നോക്കുമ്പോഴത്തേക്ക് തുടങ്ങുമ്പോൾ തന്നെ സോങ്, അത് കഴിഞ്ഞിട്ട് ഒരു സോങ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയത്തില്ല, 5 മിനിറ്റ് സ്ക്രീൻ കാണത്തില്ല, കഴിയുമ്പോൾ അടുത്ത സോങ് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും സോങ്. അതായത് നമുക്ക് സോങ് കേട്ട് മടുക്കും. അതായത് പോട്ടെ, കേൾക്കാൻ പറ്റുന്ന സോങ്ങാണ് പോട്ടെ, ഒരുമാതിരി കൂതറ ടൈപ്പ് കുറേ സോങ്. അതായത് ഒരു ആൽബമായിട്ട് ഒരു 10-20 സാധാരണ നമ്മൾ ആൽബം റിലീസ് ചെയ്തില്ല, ഒരു 20 സോങ്ങായിട്ട് ഒരു ആൽബം റിലീസ് ചെയ്തില്ലേ, അതേപോലെ ഒരു 2 മണിക്കൂറത്തെ ആൽബം പോലെ ഉണ്ട്. അതായത് കഥ എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ കഥ എന്ന് പറയേണ്ട ഒന്നുമില്ല. ട്രെയിലർ കണ്ടാൽ കോളേജിൽ നടക്കുന്ന സീനിയർ ജൂനിയർ ഫൈറ്റ്സ്, ഇതൊക്കെ ഉള്ളൂ കഥ, ബേസിക് കഥ അതേ ഉള്ളൂ. ട്രെയിലർ കണ്ടാൽ അത് മാത്രമേ ഉള്ളൂ കഥയായിട്ട്. ഇത് ആദ്യം ഒരു ഫസ്റ്റ് ഒരു അരമണിക്കൂർ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല ഫൺ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കഥ നല്ല രീതിയിലായിരിക്കും പോകുന്നതെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് കഥ അങ്ങോട്ട് തുടങ്ങി, കഥയൊന്നുമില്ല, തുടങ്ങാനായിട്ടൊന്നുമില്ല. പിന്നെ ഇതേ ഗ്രാഫ് തന്നെ പോയിക്കൊണ്ട് വീണ്ടും സോങ്, വീണ്ടും ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര നമുക്ക് എന്തോ പോലെ. കുറേ പേര് കിടന്ന് ഉറങ്ങുന്നു, അതായത് മടുത്തു. അതായത് സോങ് വന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിരുന്നു. അതായത് കുറേ വട്ടം, അതായത് ഒരു സോങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റോറിയിലോട്ട് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോറിയിലോട്ട് എൻഗേജ് വീണ്ടും സോങ്, ആ സോങ് കഴിഞ്ഞ് പെട്ടെന്ന്, അതായത് പെട്ടെന്നാണ് സോങ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഗ്യാപ്പ് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു സോങ് വരും. അത് കഴിഞ്ഞിട്ട് ഒരു സോങ് കഴിഞ്ഞ ഉടനെ അടുത്ത സോങ് വരുന്നു. അതായത് ഭയങ്കര സോങ്സ് കുത്തി നിറച്ചൊരു പടമായിട്ട് തോന്നി. അതായത് ഇത്രയും സോങ്സ് ഈ പടത്തിൽ ആവശ്യമേ ഇല്ല. ഈ സോങ്സ് എല്ലാം വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു അരമണിക്കൂർ പടമേ ഉണ്ടാകത്തുള്ളൂ. അതെനിക്ക് 100% ഉറപ്പാണ്. പിന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അമീറിൻ്റെ അമീൻ എന്നാണ് തോന്നുന്നു പുള്ളിക്കാരൻ്റെ പേര്. അത് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മറ്റേ ഇൻഫ്ലുവൻസറായിട്ട് വരുന്ന പുള്ളിക്കാരൻ. അത് ഈ പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ കൂട്ടത്തിൽ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഈ പുള്ളിക്കാരനാണ്. പിന്നെ നമ്മുടെ ഓസ്ലറിൽ അഭിനയിച്ച കുറേ പേര്, അതായത് നമ്മുടെ ഓസ്ലറിൽ മമ്മൂക്കയുടെ യങ് ഏജിൽ അഭിനയിച്ച പുള്ളിക്കാരനകത്ത് ഉണ്ട്, ഒരു പാട്ടായിട്ടുണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സേവിയർ, ഓസ്ലറിലെ തന്നെ വില്ലനായിട്ട് വന്ന സേവിയർ പുള്ളിക്കാരനുണ്ട്, ഇത് സീനിയറായിട്ട് വരുന്നുണ്ട്. പിന്നെ വേറെ മറ്റേ ജസ്ന എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ, പുള്ളിക്കാരി തിരക്കേടില്ലാതെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇവരുടെയൊക്കെ ആക്ടിങ് കുഴപ്പമില്ല, നമ്മുടെ ആക്ടിങ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പടത്തിൽ ഇവർക്ക് പെർഫോം ചെയ്യാനായിട്ട് കാര്യമായിട്ട് ഒന്നുമില്ല. മൊത്തം സോങ്ങിൻ്റെ ഇടയ്ക്ക് ഇവരെന്ത് പെർഫോം ചെയ്യാൻ, ഡാൻസ്, അത് കുറേ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലും കാണിച്ചു വെക്കായിരുന്നു. അതിന് മാത്രം സോങ് ഉണ്ട്. അത് നോക്കിയ സോങ്, ഇടിച്ച സോങ്, അങ്ങനെ വേണ്ടാത്ത സോങ്സുകളൊക്കെ കയറ്റി വെച്ച പോലെ ഇപ്പോൾ ഈ പടം. അതായത് അവിയിൽ പഴവാക്കി കളഞ്ഞു പടം. അത് നല്ല രീതിയിൽ ഈ പടത്തിന് നല്ലൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു. ആ പ്ലോട്ട് നല്ല രീതിയിൽ ഇവർക്ക് എക്സിക്യൂട്ട് ചെയ്ത് പോകുമായിരുന്നു, ആൾക്കാർ എൻജോയ് ചെയ്തേരെ. അതായത് അമീൻ്റെ ആയിക്കോട്ടെ പുള്ളിക്കാരൻ്റെ ഒക്കെ കോമഡി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു ഈ പടം കുറച്ചും കൂടെ നല്ല രീതിയിൽ ഹിറ്റായതിന്. അതായത് പടം ചുമ്മാ കണ്ടിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും ഈ പാട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് കളയും. അതായത് നമുക്ക് ഇറിറ്റേഷൻ വന്നു. കുറേ നേരം സോങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റഡ് ആയി പോകും നമ്മൾ തന്നെ. അപ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷനോടെ നമ്മൾ ഈ പടം കണ്ടു തീർക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ പടം അത് ചുമ്മാ കണ്ടിരിക്കാമെന്ന് വെച്ചാലും ഒരു 2 മണിക്കൂറേ ഉള്ളൂ പടം. കുഞ്ഞു പടമാണ്, 2 മണിക്കൂറുള്ളൂ. പക്ഷേ എനിക്കൊരു 4 മണിക്കൂറത്തെ ഫീലായി ഈ പടം കണ്ടു കഴിഞ്ഞ ശേഷം. പിന്നെ നമ്മുടെ സാഗർ സൂര്യയുടെ എൻട്രിയൊക്കെ സെക്കൻഡ് ഹാഫിലൊക്കെയാണ് വരുന്നത്. ഇപ്പം കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു റോളൊക്കെ ഉള്ളൂ, കാര്യമായിട്ട് വലിയ റോളൊന്നുമില്ല. അത് കോളേജിൽ ജൂനിയറായിട്ട് വരുന്നു. ഇതേപോലെ പുള്ളി ബോക്സറാണ്. അങ്ങനെ ആ ഒരു കോളേജ് ഫൈറ്റ്സ് ഒക്കെ തന്നെ ഉള്ളൂ. കാര്യമായിട്ട് സ്റ്റോറിയിൽ യാതൊരു ബന്ധവുമില്ല. നോർമൽ നമ്മൾ ഇത്രയും വർഷങ്ങൾ കണ്ട ടൈപ്പ് കഥ തന്നെയാണ് ഇതുള്ളൊരു കോളേജ് ക്യാമ്പസ് കഥ. സീനിയർ ജൂനിയർ ഫൈറ്റ്, അത് കഴിഞ്ഞിട്ട് അവർ സീനിയർ ആകുമ്പോൾ ജൂനിയറിനെ റാഗ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലുള്ള ഫൈറ്റ്, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്കൊരു പ്രണയം, അതിനുശേഷം ആ പ്രണയം വേറൊരാൾക്ക്, ഇതേപോലെ ആ സെയിം പ്ലോട്ട് തന്നെ. കഥയ്ക്ക് യാതൊരു വ്യത്യാസമില്ല, കഥ പഴയ സ്റ്റോറി കഥ തന്നെ. പക്ഷേ എനിക്കിത് എനിക്കിത് പേഴ്സണലി ഈ പടം തീരെ വർക്കൗട്ട് ആയിട്ടില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നിങ്ങൾ പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.